हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। औज़ु बिल्लाहि मिनश्शैतानिर्रजीम बिस्मिल्लाहिर्रहमानिर्रहीम। മാന്യ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 19 ജൂലൈ 2025 ശനിയാഴ്ച ദിവസമാണ്. ഇത് 10 മണിയാണ് ഇന്ത്യൻ സമയം. GMT വൈകുന്നേരം 4 മണിയാണ്. ഇത് രാഹി ഉദ പ്രോഗ്രാമിൻ്റെ സമയമാണ്. പ്രേക്ഷകരെ, കാദ്യാൻ ദാറുൽ അമാനിൽ നിന്നും ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 4 എപ്പിസോഡുകളാണ് ഈ സീരീസ് ഉള്ളത്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തേത്. ഈ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ സീരീസിൽ ഹസരത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫത്തുൽ മസീഹ് സാനി അൽ മുസ്ലിം അൽ മൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഗ്രന്ഥമായ, അതൊരു പ്രഭാഷണമായിരുന്നു, വീണ്ടും അതൊരു പുസ്തകമായി ഇർഫാനി ഇലാഹി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതായിരിക്കും വിഷയം. രാഹിദ പ്രോഗ്രാം ലൈവ് പ്രോഗ്രാമിനോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് പ്രോഗ്രാമാണ്. അതായത് പ്രേക്ഷകർക്ക് ചോദ്യം മുഖേന ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ അവതരിപ്പിക്കുകയും ഇവിടെയുള്ള പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നതാണ്. ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിന് ടെലിവിഷൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ടെലിഫോൺ ലൈൻ മുഖേനയും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജസ്, ഫാക്സ് മെസ്സേജസ്, ഇമെയിൽ മുഖേനയും ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്നത്തെ പാനൽ, പണ്ഡിതരുടെ പാനലിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായി മൗലാന സൈനുദ്ദീൻ ഹാമിദ് സാബ്, രണ്ടാമത്തേത് മൗലാന മൻസൂർ അഹമ്മദ് മസ്റൂർ സാബ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇവരായിരിക്കും നമ്മോട് സംവദിക്കുന്നത്. ഇരുവർക്കും സുസ്വാഗതം. മാന്യ പ്രേക്ഷകരെ, അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ആരാധനയും അതുപോലെ തന്നെ ദൈവജ്ഞാനവുമാണ് വച്ചിരിക്കുന്നത്. ഈ ഉന്നതമായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആണ് ഇസ്ലാമിൻ്റെ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെയും സൃഷ്ടിപ്പിൻ്റെയും ലക്ഷ്യം. മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ ഗ്രന്ഥമായ ഇർഫാനി ഇലാഹിയിൽ ഈ ജീവിത ലക്ഷ്യത്തെ വളരെ ലളിതമായി, വളരെ പ്രഭാപൂരിതമായി, വളരെ നല്ല നിലയിൽ അവതരിപ്പിക്കേണ്ടത്. ഇതൊരു ആത്മീയ പ്രയാണത്തിൻ്റെ ചിത്രീകരണമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നാഡികളെ അള്ളാഹുമായി ബന്ധപ്പെടുത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഈ ഗ്രന്ഥത്തിൽ ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു വിവരിക്കുകയുണ്ടായി, അള്ളാഹുവിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ഏതൊക്കെ മാർഗങ്ങളിലൂടെ ചലിച്ചുകൊണ്ടാണ് അള്ളാഹുവുമായി മനുഷ്യന് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക. മാന്യപ്രേക്ഷകർ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇർഫാനി ഇലാഹി എന്ന വിഷയത്തിലെ ചില വശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതായിരിക്കും. ഈ ആത്മീയ പ്രയാണത്തിൽ നിന്നും നമ്മൾ ഫലമെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ ചുരുങ്ങിയ ആമുഖത്തിന് ശേഷം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ചോദ്യം മൗലാന സൈനുദ്ദീൻ ഹാമിദ് സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മിക്ക ആളുകളും ചോദിക്കുന്നത് അവർ നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് നൽകുന്നു, ഹജ്ജും ചെയ്യുന്നു. എന്നിട്ടും അവർക്ക് യഥാർത്ഥ മാരിഫത്തിൻ്റെ, ദൈവജ്ഞാന ലബ്ധിയുടെ സ്ഥാനം അവർക്ക് നേടാൻ സാധിക്കുന്നില്ല. യഥാർത്ഥ ദൈവജ്ഞാന ലബ്ധി എങ്ങനെയാണ് സാധ്യമാക്കുക എന്നാണ് ചോദ്യം. ജസാക്കുമുല്ലാഹ് ഹസ്സൻ ജസാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താങ്കളുടെ ചോദ്യം മതലോകത്തും അല്ലെങ്കിൽ മതേതര ലോകത്തും ഈ ചോദ്യം ചുറ്റിക്കറങ്ങാറുണ്ട്. അതായത് ഞങ്ങൾ ആരാധനകൾ നിർവഹിക്കുന്നു, ഇസ്ലാമിക അധ്യാപനങ്ങൾ പാലിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മതങ്ങൾ ഏതായാലും പിൻപറ്റുന്നു, എന്നാൽ നമുക്ക് ആ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ സാധിക്കുന്നില്ല, പൂർവികർ നേടിയ ലക്ഷ്യങ്ങൾ പറ്റുന്നില്ല.
കോടിക്കണക്കിന് ആളുകൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ഇതാണ് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ആത്മീയതയുടെ ഉന്നത സ്ഥാനമാനങ്ങൾ അവർ നേടുകയുണ്ടായി എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പാകുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ലക്ഷ്യങ്ങൾ അവർക്ക് സാധിക്കാത്തത് എന്നതാണ് ചോദ്യം. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ചിലവർ ഒരു കൂട്ടർ നിരാശരാണ്, അള്ളാഹു ഇല്ല എന്നവർ പറയുന്നു, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനെ അവർ നിഷേധിക്കുന്നു. എന്നാൽ ചിലരുണ്ട്, അവർ പറയുന്നത് അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നു, എന്നാൽ അവനുമായി ബന്ധപ്പെടാൻ അവനെ കാണാനുള്ള വഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലുള്ള ഒരുപാട് ഇടങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു മനുഷ്യന് അവൻ്റെ പരിമിതിയോടുകൂടി തന്നെ അള്ളാഹുവിനെ കാണാനും അവനുമായി സംവദിക്കാനും അവൻ്റെ സംഭാഷണത്തിന് പാത്രീഭൂതരാകാൻ സാധിക്കും എന്നാണ്. ഇർഫാനിയിലായി എന്ന വിഷയം മനുഷ്യൻ്റെ അടിയന്തര ആവശ്യമായ ഒരു കാര്യമാണ്. ഇതില്ലാതെ മനുഷ്യൻ്റെ ജന്മലക്ഷ്യം പൂർത്തിയാക്കുന്നില്ല. മനുഷ്യൻ ഗ്രാഹ്യമുള്ള ബുദ്ധിയുള്ള വ്യക്തിയാണ്. മനുഷ്യന് അള്ളാഹു ശേഷികളും കഴിവുകളും വെച്ചിട്ടുണ്ട്. ആ ദൈവദത്തമായ കഴിവുകളും ശേഷികളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സ്രഷ്ടാവിനെ അവന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു ശേഷിയാണ് മനുഷ്യൻ ലഭിച്ചത്. മറ്റൊരു സൃഷ്ടിയിലും ഈ ഒരു ബുദ്ധിവൈഭവമില്ല. മറ്റു ജീവികളിലും മറ്റ് മൃഗങ്ങളിലും മനുഷ്യരിലും തമ്മിലെ അന്തരവും ഇത് തന്നെയാണ്. എന്നാൽ ചിലർ പറയുന്നുണ്ട് അവർക്ക് ഈ ഗ്രാഹ്യമില്ല, അവർ അതിനായി ശ്രമിക്കുന്നില്ല. അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ലഹും കുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ വലഹും അയ്യുനും ലാ യുബ്സിറൂന ബിഹ വലഹും അസാനും ലാ യസ്മഊന ബിഹ ഉലൈക കൽ അനാം ബൽഹും അദൽ. അതായത് ഇത്തരക്കാർ ആരാണ്? അവർക്ക് ഹൃദയമുണ്ട്, എന്നാൽ അവർക്ക് ഗ്രഹിക്കാനുള്ള ശേഷിയില്ല. കണ്ണുണ്ട്, എന്നാൽ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കാതുണ്ട്, എന്നാൽ അവർക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അവർ മൃഗങ്ങളെക്കാളും നീചരായ ആളുകളാണ്. അതുകൊണ്ട് ദൈവജ്ഞാന ലബ്ധി എന്ന് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. അതുകൂടാതെ മനുഷ്യന് ജീവിതത്തിന് ഒരു കാര്യവുമില്ല, പ്രയോജനവുമില്ല. ഈ ഒരു വിഷയം താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൻ്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ട് വളരെ ലളിതമായ നിലയിൽ ഈ വിഷയം വിവരിക്കുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ കാലഘട്ടത്തിൻ്റെ ഇമാമിൻ്റെ ജമാഅത്തിൽ പങ്കു ചേർന്നുകൊണ്ട് ഒരുപാട് ലോകത്തുള്ള അഹമ്മദികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ സത്യമായ അസ്തിത്വത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുന്നു. അവരുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നു, അവരുടെ ആരാധന സ്വീകരിക്കപ്പെടുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹുമായുള്ള ഒരു സുദൃഢ ബന്ധം അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം വിവരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് ഫിഖ പണ്ഡിതന്മാർ പറഞ്ഞത് ഇല്ലാലി യഅരിഫൂൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ജിന്നിനും ഇൻസിനെയും സൃഷ്ടിച്ച് അള്ളാഹിനെ ആരാധിക്കാനും അവൻ്റെ മാരിഫത്ത്, അവനെക്കുറിച്ചുള്ള അറിവ് നേടുകയും എന്നതാണ്. അത് മസീഹ് ഇസ്ലാം ഇതിനെക്കുറിച്ച് ഈ ആയത്തിനെ തർജ്ജമ ചെയ്തത് അള്ളാഹു ജിന്നു ഇൻസിനെയും സൃഷ്ടിച്ചത് മാരിഫത്ത് നേടാനും ദൈവജ്ഞാന ലബ്ധിക്കും അള്ളാഹുവിനെ മനസ്സിലാക്കാനും വേണ്ടിയാണ്. ഇത് രണ്ടും ആരാധനയുടെ ഗണത്തിൽപ്പെട്ടതാണ്. അടിസ്ഥാനപരമായ അള്ളാഹുവിൻ്റെ മാരിഫത്ത് നേടാനുള്ള ആവശ്യമായ കാര്യമാണിത്. ഇതെങ്ങനെയാണ് ലഭിക്കുക, പ്രാപ്യമാകുക? ദൈവാസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എങ്ങനെ നേടാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ വിഷയം. ഇത് വളരെ വിശാലമായ വിഷയമാണ്. എന്നാൽ ചില പോയിന്റുകൾ വളരെ സൂചനാത്മകമായ നിലയിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ് ഏത് രീതിയിലാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ജ്ഞാനം നേടിയാൻ വേണ്ടി പുരോഗമിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ഹസ്രത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലാം പറയുകയുണ്ടായി, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതായത് അറിവ്, ദൈവജ്ഞാനം ലഭിക്കുക എന്നതിൻ്റെ ഇതിന് ഉപോത്ബലകമായ ഒരു ഹദീസുണ്ട്, ഒരു ഹദീസ് ഖുദ്സിയുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഹദീസിന് ഹദീസ് ഖുദ്സി എന്ന് പറയുന്നു, കുന്തു കൻസൻ മഖ്ഫിയൻ ഫറത്തു അൻ ഊറഫ ഫഖലത്തു ആദമ. ഞാൻ ഒരു ഗോപ്യമായ നിധിയായിരുന്നു, ഞാൻ ആഗ്രഹിച്ചു അറിയപ്പെടാൻ, അതിനുവേണ്ടി ഞാൻ ആദമിനെ സൃഷ്ടിച്ചു. അള്ളാഹു ആണ് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞതായിട്ട്. അതായത് മനുഷ്യന് സൃഷ്ടികുലോത്തമനാണ്. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഇർഫാൻ, ദൈവജ്ഞാനം ലഭിക്കാനും അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാനും തൻ്റെ ദീനിൻ്റെയും ദുനിയാവിൻ്റെയും ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം,
അള്ളാഹുമായി എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കുക എന്നാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം എല്ലാ മതങ്ങളും, ലോകത്ത് കാണപ്പെടുന്ന എല്ലാ മതങ്ങളിലും അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ വീക്ഷണങ്ങളുടെയും അടിസ്ഥാന കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അസ്തിത്വം തന്നെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം ഗോപ്യമാണ്, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഗോചരീഭവിക്കാത്തതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുക എന്ന യഥാർത്ഥ ദൈവ പരിജ്ഞാനം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു. ലാ തുദ്രിക്കുഹുൽ അബ്സാർ വഹു യുദ്രിക്കുൽ അബ്സാർ വഹു ലത്തീഫുൽ ഖബീർ. മനുഷ്യൻ്റെ നേത്രങ്ങൾ, ദൃഷ്ടി അവനിലേക്ക് എത്തുന്നതല്ല, എന്നാൽ അള്ളാഹു അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് മനുഷ്യൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് അവൻ എത്തുന്നു. അള്ളാഹു സ്വയം എത്തുന്നു. അള്ളാഹു ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട്, ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് മനുഷ്യന് സ്വയം അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റും. അവനെ തിരിച്ചറിയാനും അനുഭൂതിപ്പെടാനും ദൈവം യഥാർത്ഥത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വഹുൽ ലത്തീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞനാണ്, അവൻ ദൃഷ്ടി ഗോചരീഭവിക്കാത്തവനാണ്, കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവനാണ്. കാരണം അവൻ ലത്തീഫും ഖബീറുമാണ്, സൂക്ഷ്മനും എല്ലാം അറിയുന്നവനുമാണ്. ഭൂമിയിലുള്ള എല്ലാം ശരീരമുള്ള രൂപമുള്ള വസ്തുക്കൾക്കും കാണാൻ വേണ്ടി പറ്റും, മനുഷ്യന് കാണാൻ പറ്റും. എന്നാൽ സൂക്ഷ്മമായി കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾക്കത് കാണാൻ, ബാഹ്യ നേത്രങ്ങൾ, നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ കണ്ണിനൊരു പരിമിതിയുണ്ട്, കാഴ്ചക്കൊരു പരിമിതി, അതിന് അപ്പുറം അവന് കാണാൻ സാധിക്കില്ല. അള്ളാഹു ആകാശഭൂമികളുടെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്. എല്ലാ സിഫത്തുകളും സവിശേഷ ഗുണങ്ങളും അതുപോലെ തന്നെ ഗുണഗണങ്ങളും എല്ലാമുള്ള ഒരു പരിപൂർണ്ണ അസ്തിത്വമായതുകൊണ്ട് അവനെ നമുക്ക് എങ്ങനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും? അതുകൊണ്ട് സത്യഹൃദയത്തോടെ അള്ളാഹുവിനെ അന്വേഷിക്കുന്ന വ്യക്തിക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. അവൻ തന്നെ സ്വയം ഒരു വഴി ഒരുക്കി കൊടുക്കുകയും പൂർണ്ണമായ വിശ്വാസത്തോടും പൂർണ്ണ പരിജ്ഞാനത്തോടും പൂർണ്ണ ദൃഢജ്ഞാനത്തോടും കൂടി അള്ളാഹു ഉണ്ടെന്ന് ഒരുവന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കാനും അള്ളാൻ സാധിക്കും. ഹദരത്ത് മസീഹ് ഇസ്ലാം ഈ വിഷയത്തെ ചില ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. സമയപരിമിതി അനുസരിച്ച് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാം. ഒന്ന്, ഈമാൻ ബില്ലയുടെ 3 പദവികളുണ്ട്, ഘട്ടങ്ങളുണ്ട്. അറിവിൻ്റെയും ദൈവപരിജ്ഞാനത്തിൻ്റെയും 3 ഘട്ടങ്ങൾ, 3 പദവികൾ. ഒന്ന്, മനുഷ്യൻ ബാഹ്യമായ ഉപാധികൾ കണ്ടുകൊണ്ട് ഒരു വസ്തുവിനെ കണ്ടെത്തുകയാണെങ്കിൽ അതിന് ഇൽമുൽ യക്കീൻ എന്ന് പറയുന്നു, ദൃഷ്ടിജ്ഞാനം. ചിലർ തങ്ങളുടെ ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചില വസ്തുക്കളെക്കുറിച്ച് പറയുന്നു, മനസ്സിലാക്കുന്നു, അത് ഐനുൽ യക്കീൻ എന്ന് പറയുന്നു. എന്നാൽ മനുഷ്യന് സ്വയം അനുഭവിച്ചറിയുന്ന കാര്യത്തെയാണ് ഹക്കുൽ യക്കീൻ എന്ന് പറയുന്നത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ലളിതമായ ഉദാഹരണത്തോടു കൂടി പറയുകയുണ്ടായി. നിങ്ങൾക്ക് ദൂരത്ത് നിന്നും ഒരു പുക പൊന്തുന്നതായി കാണുകയാണെങ്കിൽ മനുഷ്യന് ഊഹിക്കുന്നത് ഈ പുക വന്നിരിക്കുന്നത് ഒരു തീയിൻ്റെ ഫലമായാണ്. എന്നാൽ ഈ അറിവിനാണ് ഇൽമുൽ യക്കീൻ എന്ന് പറയുന്നത്. കാരണം അവിടെ അഗ്നി ഉണ്ടാകണം, തീ ഉണ്ടാകണം, അതുകൊണ്ടായിരിക്കാം പുക എന്നുള്ള അനുമാനജ്ഞാനം മാത്രമാണ് ഇൽമുൽ യക്കീൻ. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഒരു നിഗമനത്തിലെത്തുന്നു, അള്ളാഹു ഉണ്ടാകേണ്ടതുണ്ട്, കാരണം ഈ ഭൂമിയുടെ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു ഊഹമാണ്. ഇതിനെ ഇൽമുൽ യക്കീൻ, അനുമാനജ്ഞാനം എന്ന് പറയുന്നത്. ചോദിച്ചു അള്ളാഹുവിനെ അറിയുമോ, അള്ളാഹുവിനെ അംഗീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ തൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബദ്ദു ആയിട്ടുള്ള, ഒരു കാട്ടറബി ആയിട്ടുള്ള, ഒരു ഗ്രാമീണനായിട്ടുള്ള വ്യക്തിയോട് ചോദിച്ചു അള്ളാഹിനെ വിശ്വസിക്കുന്നുണ്ടോ, അവിശ്വസിക്കുന്നുണ്ടോ. അയാളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞു, വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥമാണ്. അൽ ബാദത്തു അൽ ബൈർ അസാബുൽ ഖദം തദുൽ അല സഫീർ വസ്സമൗസാത്തുൽ ബുറൂജ് വൽ അർദുസാത്തുൽ ഫിജാജ് അമാ തദുൽ അലൽ ഖദീർ. അതായത് ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടുകൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഒട്ടകം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന്, ആ വഴിയിലൂടെ. അതുപോലെ തന്നെ മണലിൽ, അതായത് മരുഭൂമിയിൽ കാൽപ്പാടുകൾ കാണുകയാണെങ്കിൽ ഇതിലൂടെ മനുഷ്യൻ കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ആകാശത്തെ നോക്കുക, ഈ രാശികളെ നോക്കുക, നക്ഷത്രങ്ങൾ നോക്കുക, ഇതൊക്കെ തന്നെ ഒരു സൃഷ്ടാവുണ്ടെന്ന് വിളിച്ചോതുന്നില്ലേ? അതിന് തെളിവല്ലേ എന്ന് ചോദിക്കേണ്ടായി. ഇതാണ് ഇൽമുൽ യക്കീൻ, അനുമാനജ്ഞാനം. ഹസ്രത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, പുക പൊന്തുന്നതായി കാണുന്ന സ്ഥലത്തേക്ക് മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുകയും എവിടെ നിന്നാണ് പുക വരുന്നത് ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയും സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണുകയും ചെയ്യുകയാണെങ്കിൽ ഐനുൽ യക്കീനാണ്.
അതുപോലെ തന്നെ ഇർഫാനി ഇലാഹി ദൈവിക ജ്ഞാനത്തിനും ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിനുശേഷം ഹക്കുൽ യക്കീൻ അനുഭവജ്ഞാനത്തിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അനിൽ യക്കീൻ കണ്ണുകൾ കൊണ്ട് കണ്ടു ഇതുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ അത് പൂർണ്ണമായ ഈ വിശ്വാസം നമുക്ക് നേടാൻ സാധിക്കുന്നതല്ല. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അനുഭവിച്ചറിയുക എന്നുള്ളത് ഹക്കുൽ യക്കീൻ എന്ന് പറയുന്നത് അവിടെ പോവുക, കാണുക, എന്നിട്ട് വിരൽ കൊണ്ട് സ്പർശിച്ചുകൊണ്ട് അതിൻ്റെ അടയാളം മനസ്സിലാക്കുക, അതിനെക്കുറിച്ചുള്ള അനുഭൂതി അറിയുക അതാണ് ഹക്കുൽ യക്കീൻ. ഈ 3 ഘട്ടങ്ങളും ഈ പദവികളും ഇർഫാൻ ഇലാഹിൻ്റെ സ്രോതസ്സിൽ നിന്ന് വരുന്നതാണ്. ഇത് ആണ് പൂർണ്ണമായ വിശ്വാസം എന്ന് പറയുന്നത്. അത് നേരിട്ട് മനുഷ്യന് അംഗീകരിക്കാൻ സാധിക്കും. ഈ വിശ്വത്തിനൊരു പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട്, ഇതില്ലാതെ വേറൊരു വഴിയുമില്ല. അത് മസീഹ് ഇസ്ലാം എന്നാണ് പറയുന്നത്. കാണാതെ എങ്ങനെ ആണ് അവനിൽ നിന്നും ഹതഭാഗ്യനാവുക? കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനെക്കുറിച്ചുള്ള സംഭാഷണമാകട്ടെ, അല്ലെങ്കിൽ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അടയാളങ്ങളെങ്കിലും കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മസീഹ് ഇസ്ലാം കവിതകളിൽ ചൊല്ലുന്നു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുവിൻ്റെ സംഭാഷണ ശേഷി നശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാം എന്ന് പറയുന്ന ധീര യോദ്ധാവ് പറയുകയുണ്ടായി, ഉച്ചസ്ഥലം പ്രഖ്യാപിക്കേണ്ടായി, വോ ഖുദാ അബീബി ബനാത്ത ജിസ്സെ കലീം അബി ബോൽത്ത ജിസ്സെ വോ കർത്താ ഹെ പ്യാർ. അവൻ്റെ ഇഷ്ടദാസരോട് ഇന്നും സംസാരിക്കുന്നു എന്ന് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി. ഈ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിജ്ഞാനം മനുഷ്യന് ലഭിക്കാനും അള്ളാഹുവിൻ്റെ ബന്ധം സ്ഥാപിക്കാനും അള്ളാഹു ഉണ്ടാകാം എന്നതിൽ നിന്ന് അള്ളാഹു ഉണ്ട് എന്ന ഉള്ള ദൃഢജ്ഞാനത്തിലേക്ക് അവന് എത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ കൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടും വിശ്വാസം കൊണ്ടും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അവൻ അംഗീകരിക്കുന്നതിനെ മറന്നു. ഇതുമായി ബന്ധപ്പെട്ട് സന്ദർഭോചിതമായി ഞാനൊരു കാര്യം ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഉദ്ധരണിയാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എത്രയൊക്കെ പ്രമാണങ്ങളുണ്ടോ തെളിവുകളുണ്ടോ ദൈവാസ്തിത്വത്തിന് നമുക്ക് അതൊക്കെ തന്നെ മസീഹ് ഇസ്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് മുഴുവൻ ഇത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതൊക്കെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം വലിയ ഒരു പ്രമാണം എന്ന് പറയുന്നത് മസീഹ് ഇസ്ലാം പറയുന്നത് അള്ളാഹു ഞാൻ ഉണ്ട്, അനാ മൗജൂദ് എന്ന നാദം മനുഷ്യന് അള്ളാഹു സ്വയം കേൾപ്പിക്കുമാറാകുന്നു. ഇൽമിൻ ഫഅബുദിനി വഖിമുസ്സലാത്ത്, അള്ളാഹു സ്വന്തം ദാസനോട് സ്വയം പറയുന്നു ഞാനുണ്ട്. അങ്ങനെ അവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ശബ്ദം വരികയാണെങ്കിൽ, നാദം വരികയാണെങ്കിൽ, തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അവൻ സ്വയം അറിയിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ശക്തമായ തെളിവാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള. അതിനുശേഷം മനുഷ്യരിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ അതിന് പരിണാമഫലമായി ഉണ്ടാകുന്നു. ലോകത്തുള്ള എല്ലാ തിന്മകളിൽ നിന്നും ദൂഷ്യങ്ങളിൽ നിന്നും അവൻ മുക്തനായിക്കൊണ്ട് അവൻ സൽപ്രകൃതത്തിലോട് ജീവിക്കാൻ തുടങ്ങുന്നു. ഇർഫാനി ഇലാഹിയുടെ യഥാർത്ഥ സ്ഥാനം ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി. ഹദ്റത്ത് മുസ്ലിമോദ് റളിയല്ലാഹു ഈ ഗ്രന്ഥത്തിലും ഇത് വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സംക്ഷേപം ഞാനിവിടെ സമയം പരിമിതി അനുസരിച്ച് ഞാനിവിടെ ഒരു ചെറിയ ഉദ്ധരണി മാത്രമാണ് കേൾപ്പിക്കുന്നത്. ഇവിടെ സംക്ഷിപ്തം പറഞ്ഞു കഴിഞ്ഞു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ടവരെ, അല്ലയോ ഇഷ്ടജനങ്ങളെ, മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഇച്ഛകളെക്കുറിച്ച് അവന് കലയിക്കാൻ പറ്റുകയില്ല. പൂർണ്ണ വിശ്വാസം നേടണമെങ്കിൽ അള്ളാഹുവിന് ഇൽഹാം വേണം, ദിവ്യ വെളിപാടുകൾ ലഭിക്കണം. അത് നബിമാർക്ക് ലഭിക്കേണ്ടേ. ഈ ഒരു അനുഗ്രഹ കടാക്ഷം ആർക്കാണ് അതിൽ മുദ്ര വെക്കാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുക? അവൻ്റെ ഇൽഹാമും അവൻ്റെ സംഭാഷണത്തിന് വാതിൽ എപ്പോഴും കൊട്ടി തുറക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ അടയാളങ്ങളിൽ നിന്ന് അവനെ കാണുക. അത് ആകാശത്തിൽ നിന്ന് അവനെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും. ആ ആകാശത്തിൽ നിന്ന് വരുന്ന ജീവജലം നിങ്ങൾ നേടുക. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ജലത്തെ കുടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ ചെയ്യേണ്ടത്? നിങ്ങൾ സ്വയം അങ്ങോട്ടേക്ക് എത്തിച്ചേരുക. എന്നിട്ട് സ്വന്തം ഉറവിടത്തിലേക്ക് വെക്കുക. എന്നിട്ട് ആ വെള്ളം കുടിക്കുക. മനുഷ്യൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത് വെളിച്ചം വരുന്ന സ്ഥലത്തേക്ക് ഓടുകയും അതുപോലെ തന്നെ ആ അടയാളം അനുസരിച്ച് തെരഞ്ഞു പോവുകയും ചെയ്യേണ്ടതാണ്. കാണുന്നില്ലേ, എപ്പോഴും ആകാശത്തിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നില്ലേ? അതുപോലെ തന്നെ സന്മാർഗത്തിൻ്റെ സത്യപ്രകാശവും ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നുണ്ട്. മനുഷ്യന് മാരിഫത്ത് അതുകൊണ്ട് ലഭിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ പ്രതാപം കൂടാതെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? പ്രകാശം കൂടാതെ നിങ്ങൾക്ക് ഇരുട്ടിൽ കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആകാശത്തിൻ്റെ പ്രകാശം ഇല്ലാതെ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ
അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാറ്റില്ലാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. മസീഹ് ഇസ്ലാം നൽകിയ വലിയ ദൈവജ്ഞാന ലബ്ധിക്കുള്ള മാർഗമാണിത്. ഈ ഒരു ഉറവിടം എപ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ജലസ്രോതസ്സിലേക്ക് ഓടാനാണ് മസീഹ് ഇസ്ലാം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. മസീഹ് ഇസ്ലാം പറയുന്നത് അള്ളാഹുവിൻ്റെ ജീവൽദായകമായ സംഭാഷണത്തിന് നിങ്ങൾ പാത്രീഭൂതരാകുക എന്നാണ്. ജസാക്കുമുല്ലാ തആല. അടുത്ത ചോദ്യം മൗലാന മൻസൂർ അഹമ്മദ് സാഹിബിനോടാണ്. ദൈവിക ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ വിവക്ഷ എന്താണ്? ഒന്ന് വിശദീകരിച്ചാലും. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജ്ഞാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇർഫാൻ ഒരു ഇൽമ്, ഇത് രണ്ട് ഒരേ അർത്ഥമുള്ളതാണ്. എന്നാൽ ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം എന്താണെന്നാൽ ഇൽമ്, അതായത് അറിവ്, അത് നമുക്ക് പരിശ്രമമില്ലാതെ ലഭിക്കുന്നതാണ്. ഇർഫാൻ എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം അത് പരിശ്രമമില്ലാതെ ലഭിക്കില്ല. ഹസ്രത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറഫ റബ്ബഹു എന്ന് പറയുന്നത് ദാസൻ തൻ്റെ നാഥൻ്റെ അറിവ് കരസ്ഥമാക്കി പരിശ്രമിച്ചു. അറഫ അബ്ദുഹു എന്ന് പറയുന്നത് ശരിയല്ല. അതായത് റബ്ബ് ദാസന്റെ അറിവിൽ കരസ്ഥമാക്കി എന്ന് പറയുന്നത് തെറ്റാണ്. അള്ളാഹുവിന് ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇതനുസരിച്ചിട്ട് ദൈവിക ജ്ഞാനം എന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ വിവക്ഷ പരിശ്രമിച്ചുകൊണ്ട്, അതിൽ ചിന്തിച്ചുകൊണ്ട്, ഒരു കഠിന ശ്രമം നടത്തിക്കൊണ്ട് മനുഷ്യൻ അള്ളാഹുവിൻ്റെ ജ്ഞാനം കരസ്ഥമാക്കുക, അള്ളാഹുവിനെ തിരിച്ചറിയുക. അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങൾ, അള്ളാഹു റബ്ബാണ്, റഹ്മാനാണ്, റഹീമാണ്, അള്ളാഹു സമീയാണ്, മുജീബുമാണ്, അവൻ കേൾക്കുന്നുണ്ട്, മറുപടിയും പറയുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ അനഹമദി സഹോദരങ്ങൾ പറയാറുണ്ട്, അള്ളാഹ് കേൾക്കുന്നുണ്ട് പക്ഷേ അതിനെ മറുപടി പറയുന്നില്ല. മുമ്പ് മറുപടി നൽകിയിരുന്നു, ദാസരോട് സംസാരിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. നാം പറയുന്നത് എങ്ങനെ മുമ്പ് സംസാരിച്ചിരുന്നുവോ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു സവിശേഷ ഗുണവും ഒരു സമയത്തും അല്പസമയത്തേക്ക് പോലും അത് ഇല്ലാതാകുന്നില്ല. ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരു കവിതയിൽ നിങ്ങൾ കേൾക്കുകയുണ്ടായി, അവൻ ഇപ്പോഴും ആരെയാണോ ആഗ്രഹിക്കുന്നവനെ തൻ്റെ കൂട്ടുകാരനാക്കുന്നു, അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങൾ അതിന് കേൾക്കൂ എന്നത് മാത്രം, ആ കേൾക്കൂ എന്നുള്ളതിനെ ആ ഒരു സവിശേഷ ഗുണം കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ ജ്ഞാനം കരസ്ഥമാകുകയില്ല. എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. അള്ളാഹു റബ്ബാണ്, റഹ്മാനാണ്, റഹീമാണ്. ഈ സവിശേഷ ഗുണങ്ങളെ അനുഭവിച്ചറിയുന്നത്, അതിനെ കാണുന്നത്, അതിൻ്റെ ദർശനം, അതിനെയാണ് നാം യഥാർത്ഥ ഇർഫാനെ ഇലാഹി അഥവാ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് അള്ളാഹു മുഹയ്യാന്നു, ജീവിപ്പിക്കുന്നവനാവുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാകുന്നു. ഒരാളത് കാണുകയാണെങ്കിൽ അതായത് അള്ളാഹു എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതെന്ന്, അപ്പോൾ നമുക്ക് പറയാം അയാൾക്ക് ദൈവിക ജ്ഞാനം കരസ്ഥമായി എന്ന്. ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു ആൺകുട്ടി അബ്ദുൽ കരീം എന്ന പേരുള്ളത് ഹൈദരാബാദ് ദക്കിൽ നിന്ന് കാദിയാനിൽ പഠിക്കാനായി വന്നിട്ടുള്ളതായിരുന്നു മദ്രസയിൽ. കാദിയാൻ വന്നതിന് ശേഷം അതേ പേ പിടിച്ച നായ കടിക്കുകയുണ്ടായി. കസോലി ഹിമാചലിലുള്ള സ്ഥലമാണ്. അതിന് ചികിത്സക്കായി പറഞ്ഞയച്ചു. അവിടെ ചികിത്സ ശേഷം കാദിയാനിലേക്ക് തിരിച്ചു വന്നു. കാദിയാനിൽ വന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ പേയുടെ ലക്ഷണം കാണിക്കാൻ തുടങ്ങി. റാബീസിൻ്റെ പേ വിഷബാധ കാണിക്കാൻ തുടങ്ങി. ആ കസോലിലെ ഡോക്ടർമാരെ അവർക്ക് കമ്പിയടിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, ഇങ്ങനെയുള്ള അവസ്ഥയാണ്, എന്താണ് ചെയ്യാൻ പറ്റുക? അവിടുന്ന് വന്ന മറുപടി, അബ്ദുൽ കരീമിന് വേണ്ടി ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതായത് അവർ പറഞ്ഞത് അബ്ദുൽ കരീം ഇനി രക്ഷപ്പെടുക എന്നുള്ളത് സാധ്യമല്ല. ഇത് യാഥാർത്ഥ്യമാണ്. ആർക്കെങ്കിലും റാബീസ് ആകണമെങ്കിൽ, പേവിഷബാധ ഏൽക്കുകയാണെങ്കിൽ 100% മരണം ഉറപ്പാണ്. അതിലെന്ത് ചികിത്സയുമില്ല. ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം
വളരെയധികം അസ്വസ്ഥനായി. വളരെ വേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ ഒരു കുട്ടി ഇത്ര ദൂരത്തു നിന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന് തൻ്റെ മാതാപിതാക്കളെ വിട്ടുകൊണ്ട്, വീടെല്ലാം ചുട്ടുകൊണ്ട്, കുടുംബക്കാരെയും വിട്ടുകൊണ്ട് അതിൻ്റെ ഈ അവസ്ഥ ആയപ്പോൾ അവരുടെ വീട്ടുകാർക്ക് എന്തായിരിക്കും അവർക്ക് ഉണ്ടാവുക, എന്താവസ്ഥയായിരിക്കും അവരുടേത്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ചിന്തയിൽ വന്നു, അഥവാ ഇവ മരിക്കുകയാണെങ്കിൽ ശത്രുക്കൾക്ക് പരിഹസിക്കാനോ നിന്ദിക്കാനുമുള്ള അവസരം ലഭിക്കും. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വേദനയോടുകൂടി അള്ളാഹുവിൻ്റെ പക്കൽ ദുആ ചെയ്തു. അള്ളാഹു ആ മഹാത്മാവിൻ്റെ ദുആ സ്വീകരിച്ചു. അബ്ദുൽ കരീം ഭേദപ്പെടുകയുണ്ടായി, അസുഖം ഭേദപ്പെടുകയുണ്ടായി. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ അടയാളത്തെ സംബന്ധിച്ച് പറയുന്നു, ഈ അടയാളം അഹ്യായ മൗത്തായി മരിച്ചവർ ജീവിപ്പിക്കുന്നതിൽ ഉൾപ്പെടുന്നു. എങ്ങനെയാണ് മരിച്ചവർ ജീവിപ്പിക്കുന്നതെന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഈ അടയാളത്തെ കാണട്ടെ. ആ കാലഘട്ടത്തിൽ ഈ അടയാളം കണ്ടവർ, സ്വയം ആ അടയാളം കണ്ട് ദർശിച്ചവർ, അവരുടെ വിശ്വാസം, അവരുടെ ദൈവിക ജ്ഞാനം അത് വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. എത്രത്തോളം അത് വർദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെ ദർശിക്കുക, അനുഭവിച്ചറിയുക, അള്ളാഹു എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് ദുആയെ സ്വീകരിക്കുന്നത്, ഇതിനെയാണ് നാം പറയുന്നത് ദൈവിക ജ്ഞാനം. ചുരുക്കത്തിൽ ഞാൻ വിവരിച്ചതാണ്. ജസാക്കുമുല്ലാഹ് വസൽ ജസ. മാന്യപ്രേക്ഷകരെ, ഒരു ടെലിഫോൺ കോളർ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചോദ്യം കേൾക്കാം. ബംഗ്ലാദേശിൽ നിന്നും ആരിഫുസ്സമാൻ സാബ് ടെലിഫോൺ ലൈനിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരിഫ് സാഹേബ്. വലൈക്കും അസ്സലാം. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫുസ്സമാൻ സാബ്. ടെലിവിഷൻ്റെ വോള്യൂം കുറക്കുക, അപ്പോൾ കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ആരിഫ് സാബ്, ശബ്ദം കേൾക്കാമോ? ആരിഫ് സാബുള്ള കണക്ഷൻ കട്ടായിരിക്കുകയാണ്. മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് മെസ്സേജായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യം ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. ബുഷ്ര സാഹിബ, കാംബ്രിഡ്ജ്, UK ചോദിക്കുന്നു. ടെക്സ്റ്റ് മെസ്സേജാണ്. ചോദ്യം ഇതാണ്: ഒരുപാട് പേർ ദിക്ർ, സ്തോത്രം ചൊല്ലുന്നതിനെ കുറിച്ച്, നാമജപത്തിനെ കുറിച്ച്, അത് ദുആ സ്വീകാര്യതയുടെ കാര്യം സാധ്യമാക്കുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് ഇസ്ലാമിക അധ്യാപനം? ഈ വസീഫ ചൊല്ലുന്നതിനെ കുറിച്ച്, സ്തോത്രം, അള്ളാഹു ദുആയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു, ഉദൂർ റഹ്മാൻ അയ്മത്ത് അദൂന ഫൗൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹ് എന്ന് വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കുകയാണെങ്കിലും എല്ലാതരം ഗുണനാമങ്ങളും അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ തൻ്റെ ആവശ്യമനുസരിച്ച് അള്ളാഹുവിൻ്റെ ഒരുപാട് സിഫത്തുകളുണ്ട്, ഗുണനാമങ്ങളുണ്ട്. റഹ്മാനുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ റഹീമുമായി ബന്ധപ്പെട്ട റഹീം എന്നും, അതുപോലെ തന്നെ ഏത് സിഫത്തുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ദുആക്ക് ആഗ്രഹിക്കുന്നത് ആ പേരിൽ വിളിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണ്, ഖുർആൻ്റെ അധ്യാപനത്തിന് അനുഗുണവുമാണ്. എന്നാൽ വസീഫ ചെയ്യുക എന്ന് പറയുന്നത്, നാമജപം എന്നൊക്കെ പറയുന്നത്, ചിലത് ശരീഅത്തിലില്ലാത്ത ബിദഅത്തായിട്ടുള്ള സ്വയം പടച്ചുണ്ടാക്കിയ വസീഫകളുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് സ്ഥാപിതമല്ല, തെളിയിക്കപ്പെട്ടതല്ല. എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, ദീൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ച കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലുള്ള സുന്നത്തിൻ നബിയിൽ നിന്ന് തെളിഞ്ഞ കാര്യങ്ങളാണ്. അതിൽ കൂടുതലുള്ള എല്ലാ കാര്യങ്ങളും ബിദ്അത്തുകളാണ്, പടച്ചുണ്ടാക്കിയതാണ്, അനാചാരങ്ങളാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിനെ കുറിച്ച് വല സിക്റുല്ലാഹി അക്ബർ യസ്കുറുല്ലാഹ ഖിയാമ വഖൂദൻ വഅലാ ജുനൂബിക്കും, പകൽ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക, ദുആ ചൊല്ലുക, ഇതൊക്കെ ശരീഅത്തിലുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ചെയ്യാവുന്നതുമാണ്. എന്നാൽ ചില ദിക്റിൻ്റെ പേരിലുള്ള ബിദ്അത്തുകൾ, അനാചാരങ്ങൾ കാണപ്പെടുന്നു. അത് ശരീഅത്തിനെതിരാണ്. ചില മൗലവിമാർ സ്വയം ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ചെയ്യുക, ഇത്ര തവണ ചൊല്ലുക, 1000 തവണ ചൊല്ലുക, ഇതൊക്കെ ബിദ്അത്തുകളാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായ ദിക്ർ ഇലാഹി എന്ന് പറയുന്നത് നമസ്കാരം തന്നെയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിന് എന്ത് ആവശ്യം നേരിട്ടാലും വേഗം പോയി നമസ്കരിക്കാറുണ്ടായിരുന്നു. ഖുറത്തു ഐനി ഫി സലാത്ത് എന്നാണ് പറഞ്ഞത്. എൻ്റെ കണ്ണിൻ്റെ കുളിർമ നമസ്കാരത്തിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും വലിയ ദിക്റും വസീഫയും എന്ന് പറയുന്നത് നമസ്കാരം തന്നെയാണ്. അതുകൂടാതെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ വിവിധ സിഫത്തുകളെ ജപിക്കുക, നാമജപം നടത്തുക, അവനെ സ്മരിക്കുക എന്നതും ദിക്റിലായി തന്നെയാണ്. അത് ദൈവ ദുആ സ്വീകാര്യതയുടെ കാര്യവുമാണ്. 2 നിബന്ധനകൾ അള്ളാഹ് വെച്ചിട്ടുണ്ട്. ഫല്യുമിനുബി വല്യുമിനുബി ദുആ സ്വീകാര്യതയുടെ നിബന്ധന പറയുന്നത് എൻ്റെ കൽപ്പനകൾ അവർ പാലിക്കണം, ദാസന്മാർ പാലിക്കണം എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. എൻ്റെ മാർഗം അവർ സ്വീകരിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് യഥാർത്ഥ നിലയിൽ ദുആ ചെയ്യാൻ സാധിക്കും. ജസാക്കുമുല്ലാഹ്. ആരിഫ് സമാൻ സാബിനുള്ള കോൾ രണ്ടാമതും കണക്റ്റ് ആയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫ് സമാൻ സാബ് ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരിഫ് സമാൻ സാബ്, അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം ഇതാണ്: ഏതെങ്കിലും മനുഷ്യന് മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ട്, മറ്റു മതം സ്വീകരിച്ചുകൊണ്ട്, മറ്റു മതമധ്യത്തിന് അധ്യാപനങ്ങൾ പിൻപറ്റിക്കൊണ്ട് ദൈവജ്ഞാനം അവന് ലഭിക്കാമോ? ഇസ്ലാമിനെ കൂടാതെ ഏതെങ്കിലും മതത്തെ പിൻപറ്റിക്കൊണ്ട്. ചോദ്യം മൻസൂർ സാബിന് കൊടുക്കുകയാണ്. വളരെ ചുരുങ്ങിയ നിലയിൽ ഇവിടെ മറുപടി നൽകാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. ജസാക്കല്ലാഹ് ആരിഫ് സമാൻ സാബ്. ചോദ്യം ഇതാണ്: മറ്റു മതങ്ങളെ പിൻപറ്റിക്കൊണ്ട്, മതത്തിൻ്റെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇർഫാനി ഇലാഹി ദൈവജ്ഞാനം ലഭിക്കുമോ എന്നാണ്. കാര്യം ഇതാണ്: മറ്റ് മതങ്ങളുടെ അധ്യാപനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവ എന്ന് പറയുന്നത്, അവ പിന്തുടരുന്നത് വഴി ആത്മീയമായുള്ള ഏതെങ്കിലും പദവി ലഭിക്കുക എന്നത് അസാധ്യമായി കാണുന്നു. ഉദാഹരണത്തിന് ഹിന്ദുക്കളുടെ മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദം, ഹദരത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞത് അത് ഷിർക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദൈവേതര പൂജ എന്നുകൊണ്ട് നിറഞ്ഞിരിക്കുക, ബഹുദൈവാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു സ്ഥലത്തും മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, തൗഹീദ് ഏകദൈവ സിദ്ധാന്തത്തിനുള്ള മാരിഫത്ത് എന്ന് പറയും. ഖുറാൻ്റെ 10 പേജുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വേദത്തിൻ്റെ 1000 പേജുകളിൽ നിന്ന് അത് കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഖുറാനിൽ 10 പേജ് തുറന്നാൽ തൗഹീദ് ഉണ്ട്, എന്നാൽ വേദത്തിൻ്റെ 1000 പേജ് തുറന്നാൽ തൗഹീദ് കാണാൻ സാധിക്കുന്നില്ല. മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, 10,000 രൂപയുടെ സ്വത്ത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, ചാലഞ്ച് ചെയ്യുകയാണ്. വേദത്തിൽ നിന്നും, വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമേശ്വരൻ്റെ അള്ളാഹുവിൻ്റെ അസ്തിത്വം സ്ഥാപിച്ച് കാണിക്കുകയാണെങ്കിൽ, ക്രിസ്തു മതത്തിൽ പരിശോധിക്കാം. അവിടെ മനുഷ്യനെ ദൈവമാക്കിയിരിക്കുന്നു, ഒന്നിനു പകരം 3 ദൈവം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരിടത്ത് ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുകയുണ്ടായി, സൂറ ഇഖ്ലാസിൻ്റെ ഒരു ലൈനിൽ ഉള്ള തൗഹീദിൻ്റെ ഏകദൈവ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള അധ്യാപനം എന്ന് പറയുന്നത് തൗറാത്ത് മുഴുവൻ അരിച്ചു പെറുക്കുകയാണെങ്കിൽ, ബൈബിൾ മുഴുവൻ അരിച്ചു പെറുക്കുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, പഴയ നിയമ പുസ്തകമാണെങ്കിലും പുതിയ നിയമ പുസ്തകമാണെങ്കിലും കാണാൻ സാധിക്കുന്നില്ല. ചുരുങ്ങി പറയുകയാണെങ്കിൽ തൗഹീദ് തിരോഭവിച്ചിരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ അസ്തിത്വം തിരോഭവിച്ചിരിക്കുകയാണ്. അള്ളാഹു തന്നെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദൈവജ്ഞാനം ലഭിക്കുക? ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിന്തുടർച്ച കൂടാതെ ഒരിക്കലും ഉന്നതമായ ആത്മീയ പദവി നേടുക പോയിട്ട് സിറാത്തെ മുസ്തഖീം നേരായ മാർഗം പോലും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ഏതെങ്കിലും ആത്മീയ പദവി നേടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ പിന്തുടർച്ച അനിവാര്യമാണ്. മറ്റു മതങ്ങളിൽ നല്ലവരുണ്ടായിരുന്നു, സജ്ജനങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദിവ്യന്മാരുണ്ടായിരുന്നു. അവരെ അള്ളാഹു ഇസ്ലാമിലേക്ക് നയിക്കുന്നു. അങ്ങനെ അവർക്ക് അഭിവൃദ്ധിപ്പെടാനുള്ള മാർഗം ലഭിക്കുന്നു. അവർക്ക് അങ്ങനെ ആത്മീയമായുള്ള ഉന്നതിക്ക് വേണ്ടിയുള്ള സാമഗ്രികൾ ഒരുക്കപ്പെടുന്നു. ജസാക്കുമുല്ലാഹ്. അടുത്ത ചോദ്യം ഹമീദ് സാബിനോട്: ദൈവിക ജ്ഞാനം കരസ്ഥമാക്കാനുള്ള മാർഗം എന്താണ്? ഇതേ ചോദ്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ചോദിച്ചിരുന്നു. ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഹദീസ്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഇതിൻ്റെ മാർഗം ദൈവിക ജ്ഞാനം കരസ്ഥമാക്കുന്നുള്ള? ഇന്ന റജുലുൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹുവ തരീഖ്
ഇലാ മാരിഫത്തില്ലാഹി തആല ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാരിഫത്തുൻ നഫ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ ജ്ഞാനം എങ്ങനെ കരസ്ഥമാക്കാം, അതിന് മാർഗം എന്താണ്? മറുപടി പറഞ്ഞു, മാരിഫത്തുൻ നഫ്സ്, നമ്മുടെ നഫ്സിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഗഹനമായിട്ടുള്ള ഒരു വിഷയമാണ്. മനുഷ്യൻ തന്നെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ആലമെ കബീർ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. അപ്പോൾ മനുഷ്യൻ തൻ്റെ ശരീരത്തെ, തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ആലമെ സഗീർ, ചെറിയ ലോകം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, അത് അങ്ങനെ അവർക്ക് നിശ്ചയമായിട്ടും അവർക്ക് ആലമി കബീറിനെ കുറിച്ചുള്ള ജ്ഞാനം അവർക്ക് കരസ്ഥമാക്കുന്നതാണ്. മറ്റു സ്ഥലത്ത് പറയുന്നു, മൻ അറഫ നഫ്സുഹു അറഫ റബ്ബുഹു. മുഹദ്ദിസി ഇക്ബാൽ മുഹദ്ദിസി പറയുന്നു, അത് ഹദീസാണെന്ന് പറയുന്നു, ചിലർ ഹദീസല്ല എന്ന് പറയുന്നു. അതുപോലുള്ള മറ്റൊരു ഹദ്റത്ത് അലി റളിയല്ലാഹുവിൻ്റെ ഒരു നിർദ്ദേശവുമുണ്ട്, ലാ യരിഫു നഫ്സുഹു ലാ യരിഫു റബ്ബുഹു. തൻ്റെ നഫ്സിനെ ആരാണോ തിരിച്ചറിയാത്തത് അവർക്ക് റബ്ബിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനമനുസരിച്ചിട്ടാണിത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ വഫിൽ അർളി ആയാത്തുൻ ലിൽ മുഖ്മിനീൻ വഫി അംഫുസിക്കും മഖ്ലാഉൻ. ഈ ഭൂമിയിൽ നിശ്ചയമായിട്ടും പല അടയാളങ്ങളുണ്ട്, നിങ്ങളുടെ ഉള്ളിലും പല അടയാളങ്ങളുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആദ്യത്തെ പടി എന്ന് പറയുന്നത് അള്ളാഹുലെ കരസ്ഥമാക്കുന്നതല്ല, അത് നമ്മുടെ മാരിഫത്ത് നഫ്സ്, നമ്മുടെ മനുഷ്യൻ തന്നെ സ്വയം തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. മനുഷ്യന് ജനനം എങ്ങനെയാണ്? ഫജാൽനാഹു സമീഅൻ ബസീറ, അള്ളാഹു ഒരു സമീഉം ബസീറുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ളത്. അള്ളാഹുവിന് ധാരാളം അത്തരത്തിലുള്ള സിഫാത്തുകളുണ്ട്. നമുക്ക് ലഭിക്കുന്ന കഴിവുകളെ പ്രയോജനത്തിലെത്തുന്ന എവിടേക്ക് എങ്ങോട്ട് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നു. ചില കഴിവുകൾ നമ്മുടെ ശാരീരികമായിട്ടുള്ളതാണ്, ചിലത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളുണ്ട്, മറ്റു ചില കഴിവുകൾ നമ്മുടെ സ്വഭാവപരമായിട്ടുള്ള ധാർമ്മിക കഴിവുകളാണ്. ഒന്ന് ആ മഹത്തായ ഒരു കഴിവെന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള കഴിവാണ്. ഇത് അള്ളാഹുവിൻ്റെ സവിശേഷ ഗുണങ്ങളെ നാം സ്വായത്തമാക്കിക്കൊണ്ട് ഇതിനെ നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ ജ്ഞാനം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിനോടൊപ്പം സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അത് പരിശുദ്ധിയുടെ ഒരു മാർഗമായി തീരുന്നു. സ്വയം തങ്ങളുടെ ഉള്ളിൽ ഒരു പരിശുദ്ധി ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ അള്ളാഹുമായുള്ള ബന്ധം വർദ്ധിക്കുന്നു. മനുഷ്യന് എത്രത്തോളം ദൈവികജ്ഞാനം കരസ്ഥമാക്കുന്നുവോ അതിനനുസരിച്ച് അവരിലൊരു പരിശുദ്ധ മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ ആ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. നബി, സിദ്ദീഖ്, ഷഹീദ്, സാലിഹ്, അങ്ങനെയുള്ള മറ്റു പല പദവികളിലേക്ക് മനുഷ്യൻ സാധിക്കുന്നു. ഈ മാർഗത്തിലൂടെ മനുഷ്യൻ സ്വന്തം നഫ്സിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, സ്വയം തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഹസന തക്വീമായിട്ടാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യർ സ്വയം തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവർക്ക് ഈ മഹത്തായ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഒരു എല്ലാ കഴിവുമുള്ളൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തുള്ള ആ പടി എന്ന് പറയുന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നുള്ളതാണ്. രണ്ടാമത്തത് ധാരാളം മാർഗങ്ങളുണ്ട്, ഞാൻ സമയത്തിനനുസരിച്ച് പറയാം. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, എല്ലാ നല്ല സവിശേഷ ഗുണങ്ങളും അള്ളാഹുവിൻ്റെതാവുന്നു. വിശുദ്ധ ഖുർആൻ്റെ ഒരു സവിശേഷതയാണത്. അസ്മായി ഇലാഹി അതിനൊരു പരിധി വെച്ചിട്ടില്ല. 90, 100 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടില്ല. എല്ലാ നല്ല പേരുകളും നല്ല പേരുകളും അള്ളാഹുവിനുള്ളതാണ്. ഈ ദൈവിക സിഫത്തുകളെ ചിന്തിക്കുക, അതിലൂടെ മനുഷ്യൻ്റെ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകുന്നു. ഉദാഹരണമായിട്ട് 5 നേരം നമസ്കാരം അനുഷ്ഠിക്കുന്നു, സൂറ ഫാത്തിഹ നമ്മളെല്ലാം ചൊല്ലുന്നു. ഏറ്റവും ആദ്യം അടിസ്ഥാനമായിട്ടുള്ള 4 സിഫത്തുകൾ ഫാത്തിഹയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ. ഈ 4 സവിശേഷ ഗുണങ്ങൾ, റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ. നോക്കുക,
നമസ്കാരത്തിൽ ഈ 4 സിഫത്തുകളും നമ്മൾ വെല്ലുന്നു. അള്ളാഹു റബ്ബാണ്, റഹ്മാൻ റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്. ഈ 4 സിഫത്തുകളെ കുറിച്ച് മനുഷ്യൻ ഒതുക്കിട്ട് മനുഷ്യന് പെട്ടെന്ന് അവനുള്ളൊരു ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവുകയും അവൻ അനിയന്ത്രിതമായി ഇയ്യാക്കൻ അഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. നിന്നെ മാത്രം ആരാധിക്കും, നിന്നെ മാത്രം സഹായം ചോദിക്കുന്നു പറയുന്നു. അള്ളാഹു പറയുന്നത് ഈ 4 സിഫത്തുകളെ മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, തൻ്റെ പ്രാവർത്തിക കർമ്മത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നിശ്ചയമായിട്ടും അള്ളാഹുവിനെ ദർശിക്കാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ ജ്ഞാനം കരസ്ഥമാകും. മനുഷ്യൻ അള്ളാഹുവിനെ നേരെ അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്നുള്ള ഒരു കഴിവ് ലഭിക്കുന്നു. കൂടുതൽ വിശദീകരിക്കേണ്ട ഉള്ള അവസരമില്ല. ഏതായിരുന്നാലും ഒരു 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മൻ ഇസ്ലാം അൽ ഇസ്ലാം മൻ ഈമാൻ മൻ ഖിയാമ എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു കശ്ഫായിട്ട് വന്ന് അത് പറയുകയുണ്ടായി. എല്ലാ കാര്യങ്ങളിലും സദക്തഹു, താങ്കൾ സത്യമാണ് പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി. എല്ലാ ചോദ്യത്തിനും മനുഷ്യൻ സ്വയം അതിന് മറുപടി പറയാൻ സാധിക്കില്ല. അൻ തഅ്ബുദല്ലാഹ ഫൈലം തക്കുൻ ഫൈനഹു യറാക്ക. അള്ളാഹുവിനെ ആരാധിക്കേണ്ട എങ്ങനെയെന്നാൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ തിരിക്കുക. അങ്ങോട്ട് അത്രയും ഇല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ പക്ഷം അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നുക. ഈ ഒരു പദവി, ഈ ഒരു സ്ഥാനം, അള്ളാഹിൻ്റെ സിഫത്തിനെ ചിന്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, പരിപാലനത്തെക്കുറിച്ച് നാം ചിന്തിക്കുക. ഒന്ന് ഉബൂദിയത്ത്, ഒന്ന് റുബൂബിയത്ത്. റുബൂബിയത്ത് അത് പരിപാലനം, നാം ദാസനാണ്, നമ്മളെ പരിപാലിക്കുന്നു. ഇത് രണ്ടിനും ഒരു പരസ്പര ബന്ധമുണ്ട്. റബ്ബ് എൻ്റെ അർത്ഥം, റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വസ്തുവിനെ അതിൻ്റെ ഉന്നതി വരെ എത്തിക്കുക, പതുക്കെ പതുക്കെ, ഘട്ടം ഘട്ടമായിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ നോക്കുക, ചിന്തിക്കുക, അവ യഥാർത്ഥത്തിൽ അതായത് എല്ലാം തന്നെ ഈ ലോകത്തുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ നിന്നും പ്രയോജനമെടുക്കാത്തില്ല. എന്തെടുക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ ആ സവിശേഷ ഗുണങ്ങളിൽ നിന്ന് പ്രയോജനമെടുക്കുന്നവയാണ്. അത് ഒരു പ്രകൃതി നിയമമാണ്. മനുഷ്യൻ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ, പരിപാലനത്തിൽ ചിന്തിക്കുമ്പോൾ നോക്കുക, മനുഷ്യനും ഒരു തരത്തിൽ റബ്ബാണ്. അബു താലിബിനെ സംബന്ധിച്ച് പറയുന്നു, ഖാനാകാബയിൽ ആക്രമിക്കാൻ വന്നപ്പോൾ അബ്രഹ ഖാനാകാബയെ പ്രതിരോധിക്കുന്ന പകരമായി പറയേണ്ടായി, എൻ്റെ ഒട്ടങ്ങളെ എനിക്ക് തിരിച്ചു തരാനാണ് പറഞ്ഞത്. അബ്രഹ അത്ഭുതപ്പെട്ടുപോയി. ഞങ്ങൾ ഇവരുടെ ആരാധനാലയത്തെ തകർക്കാൻ വന്നിരിക്കുകയാണ്, അയാൾ ഒട്ടകത്തിന് ചോദിക്കുന്നതെന്ന് അത്ഭുതപ്പെടുകയുണ്ടായി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്താ പറഞ്ഞത്? മറുപടി പറഞ്ഞത്, അന്ന റബ്ബുൽ ഇബിൽ വലിൽ ബൈത്തി റബ്ബു യൈനീഹി. ഞാൻ ഈ റബ്ബ് ഇബിൽ, ഈ ഒട്ടകത്തിൻ്റെ നാഥൻ ഞാനാണ്. ഈ കാബ മന്ദിരത്തിൻ്റെ ഒരു റബ്ബുണ്ട്, അവനത് സംരക്ഷിച്ചോളും. മനുഷ്യൻ ഈ ഒരു റുബൂബിയത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അതിലേക്ക് ചിന്തിക്കുമ്പോൾ, ഈ റുബൂബിയത്തിൻ്റെ ആ ഒരു ദൃശ്യം അവന് കാണാൻ സാധിക്കുന്നു. മനുഷ്യൻ്റെ ആ അസ്തിത്വം അത് 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 അനുഭവത്തിലേക്ക് എത്തുന്നു. ഒരു മഹത്തായ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആ അസ്തിത്വത്തെ കാണാൻ സാധിക്കുന്നു, ആ ധാരാളം സവിശേഷ ഗുണങ്ങളുള്ള ഒരു നാഥനെ കാണാൻ സാധിക്കുന്നു. അതിലേക്ക് ചിന്തിക്കുക. ഈ ഇതൊരു മാർഗമാണ് ദൈവിക ജ്ഞാനം കരസ്ഥമാക്കുന്നതിനുള്ള. മൂന്നാമത്തെ മാർഗം ദുആയാണ്. ദുആയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ഞാനതിലേക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരുന്നു, ഞാൻ ആരെയാണ് ആരാധിക്കുന്നതെന്ന്, ആരെയാണ് ഞാൻ സ്മരിക്കുന്നത്, അവൻ എവിടെയാണ്? ആ ചിന്ത വരുമ്പോൾ, ഇതാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ ദാസൻ എന്നോട് എന്നെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവരോട് പറയുക, ഞാൻ അടുത്ത് തന്നെയുണ്ട്, സമീപസ്ഥനാണ്. അള്ളാഹുവിൻ്റെ ജ്ഞാനം എങ്ങനെ കരസ്ഥമാക്കുന്നത്? ഞാൻ അടുത്ത് തന്നെയുണ്ട്. അടുത്തുള്ളവരെ എങ്ങനെയാണ് തെളിയിക്കുന്നത്? അതിൻ്റെ അടയാളം എന്താണ്? ഉജീബ് ദഅവത ദാഇ ഇദാ ദഅൻ. ദുആ ചെയ്യുമ്പോൾ ഞാൻ ആ ദുആ സ്വീകരിക്കുന്നു. മനുഷ്യൻ ഏതെങ്കിലും കാര്യത്തോട് ദുആ ചെയ്യുമ്പോൾ, ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളുള്ള സമയത്ത് ദുആ സ്വീകരിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ ആ മുഖം അവന് ദൃശ്യമാകുന്നു, അള്ളാഹുവിൻ്റെ വിശ്വാസം വരുന്നു. മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് പ്രയത്നം, മുജാഹിദ.
അള്ളാഹു പറയുന്നു, വല്ലദിന ജാഹദൂഫിന ലനഹദി അന്നഹും സുബ്ലന. ആരാണ് എന്നിലേക്ക് വരുന്നതിന് വേണ്ടി എൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത്, ഫീന എന്നെ, അതിന് മസീഹുസ്ലാമിനെ വിശദീകരിച്ച് പറഞ്ഞു, എൻ്റെ സ്നേഹത്തിൽ ലീനമായിക്കൊണ്ട് അതിൽ മുഴുകിക്കൊണ്ട് ആരാണോ പരിശ്രമിക്കുന്നത്, ലനഹദി അന്നഹും സുബ്ലന, തീർച്ചയായിട്ടും നാം അവർക്ക് ശരിയായ മാർഗം കാണിച്ചു. പലതരത്തിലുള്ള പലതരത്തിലുള്ള വഴികൾ നാം കാണിച്ചു കൊടുക്കുന്നു. ഒരു വഴിയല്ല, പല വഴികളും കാണിച്ചു കൊടുക്കുന്നു. യഥാർത്ഥ ദൈവിക ജ്ഞാനം അതിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. ദീനും ദുനിയാവിലും അവർ വിജയികളായി തീരുന്നതായിരിക്കും. മസീഹുസ്ലാമിൻ്റെ ഒരു ചെറിയൊരു ഇക്തിബാസ് ഉദ്ധരണി പറയാണ്. ഹുസൂർ പറയുന്നു, പരിപൂർണ ജ്ഞാനം, ദൈവിക ജ്ഞാനം കരസ്ഥമാക്കുന്നതിന് ദൈവത്തിൻ്റെ ഇൽഹാം അനിവാര്യമാണ്. അത് പറഞ്ഞിട്ടുണ്ട്. ഈ പരിപൂർണ ജ്ഞാനത്തിന് വേണ്ടി നമ്മുടെ മനസ്സിലൊരു വിശപ്പും ദാഹവും ഉണ്ട് അതിനെക്കുറിച്ച്. അള്ളാഹു മുൻപ് തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കി തന്നിട്ടില്ല. എന്തിനാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള അതി ആഗ്രഹം ഉണ്ടാവുന്നത്? ആ ദൈവിക ജ്ഞാനത്തിൻ്റെ ആ ഖജനാവ് ആ കഥകളിലും മാത്രം ഒരുങ്ങുന്ന ഒരു വിശ്വാസമാണ് ഉള്ളത്. നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള തെളിവുകൾ മാത്രം മതിയോ? അള്ളാഹുവിൻ്റെ സംഭാഷണം ലഭിക്കണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? ചെറിയ ഒരു മങ്ങിയ വെളിച്ചം, അള്ളാഹുവിനുള്ള വെളിച്ചം മാത്രത്തിൽ അവർ തൃപ്തിപ്പെടുമോ? അള്ളാഹുവിൻ്റെ മുഖം കാണാതെ എങ്ങനെ അവർക്ക് സമാധാനം ലഭിക്കുക? അനൽ മൗജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ആ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കാത്തത്. ആ ലോകത്തുള്ള എല്ലാ ഫിലോസഫറുടെയും അവർ സ്വയം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളും അതിലൂടെ ദൈവത്തെ ഒരിക്കലും നമുക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല. അവർ നമ്മെ എന്താണ് പഠിപ്പിക്കുക? അള്ളാഹു അവർക്ക് ദൈവിക ജ്ഞാനം ആഗ്രഹിക്കുന്നതിൽ തീർച്ചയായിട്ടും അള്ളാഹു അവർ സംസാരിക്കുന്നതായിരിക്കും. അള്ളാഹു ആ ദൈവിക ജ്ഞാനത്തിൻ്റെ ആ അരുവി പൊട്ടിപ്പുറപ്പെട്ട കാദിയാനിലാണ് നാം വസിക്കുന്നത്. സൽപ്രകൃതക്കാർ അവർ തീർച്ചയായിട്ടും ഈ അരുവിയിലേക്ക് അവർ വരുന്നതായിരിക്കും. അവർക്ക് യഥാർത്ഥ ദൈവിക ജ്ഞാനം ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ പറയുകയുണ്ടായി, ഇന്നത്തെ പണ്ഡിതന്മാർ അതുപോലെ തന്നെ വളരെ ധാരാളം മുസ്ലിങ്ങളും അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവരാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് സാധ്യമല്ല എന്ന് പറയുന്നവരുമുണ്ട്. യഥാർത്ഥ ഇസ്ലാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഇസ്ലാം, ഈ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നത് അതത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈ കാദിയാനിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇന്ന് 220 രാഷ്ട്രങ്ങളിൽ ഇന്ന് ഈ ജമാഅത്ത് വ്യാപിച്ചിരിക്കുന്നു. വളരെ നല്ല പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ ഇസ്ലാമിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഹസൻ ജസാ. അടുത്ത ചോദ്യം മൗലാന മൻസൂർ അഹമ്മദ് മസ്റൂർ സാഹിബിനോടാണ്. പ്രവർത്തനങ്ങളില്ലാതെ എങ്ങനെയാണ് ദുആ സ്വീകരിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയാമോ? ജസാക്കുമുല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി പറയാനുള്ളത്, ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഏത് പശ്ചാത്തലത്തിലാണ് ഈ കാര്യം പറഞ്ഞതെന്നാണ്. അതായത് ദുആ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ബാഹ്യമായ ഉപാധികൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന എന്നത് ദുആയോടൊപ്പം തന്നെ മരുന്നും വേണം. ബാഹ്യമായ ഉപാധികളും മാർഗങ്ങളും അള്ളാഹു തന്നെയാണല്ലോ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവ ഉപയോഗിക്കുന്നതിനുള്ള കൽപ്പനയുമുണ്ട്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ഉപാധികളും ലഭ്യമാണെങ്കിൽ അവയുടെ ഉപയോഗം ദുആ ചെയ്യുന്നവർക്ക് അനിവാര്യമായി വരുന്നു. ഉദാഹരണത്തിന് ഒരാൾക്ക് വിശക്കുന്നു, വിശപ്പടക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടത് അനിവാര്യമാണ്. വെറും ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ, ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ എങ്ങനെ വിശപ്പടങ്ങും? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിദ്യാർത്ഥി ദുആ ചെയ്യുന്നതോടൊപ്പം കഠിനാധ്വാനവും ചെയ്യേണ്ടതുണ്ട്. വെറും ദുആയിൽ മുഴുകുകയും അധ്വാനം ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ, ബാഹ്യമായ ഉപാധികളും മാർഗങ്ങളും ഉപയോഗിക്കുന്നില്ലെങ്കിൽ
ആ വിദ്യാർത്ഥിക്ക് വിജയം ലഭിക്കുന്നതല്ല. ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടത് കർമ്മങ്ങൾ കൂടാതെ എങ്ങനെയാണ് ദുആ സ്വീകരിക്കപ്പെടുക എന്നാണ്. ഈ കർമ്മങ്ങൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ബാഹ്യമായ ഉപാധികളാണ്. ബാഹ്യമായ ഉപാധികളും മാർഗങ്ങളും ഉപയോഗിക്കാതെ കണ്ട് ദുആ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു, അതിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ചോദ്യം. ഇതിന് രണ്ട് രൂപങ്ങളാണുള്ളത്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അള്ളാഹു സ്വയം നിഷേധിക്കുന്നു. ബാഹ്യമായ ഉപാധികളും മാർഗങ്ങളും ഭൗതികമായ ഉപാധികളെയും മാർഗങ്ങളെയും നിങ്ങൾ ഉപയോഗിക്കുന്ന അള്ളാഹു സ്വയം നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാക്സിൻ വെക്കുന്നതിനെക്കുറിച്ച്, കുത്തിവയ്പ്പ് നടത്തുന്നതിനെക്കുറിച്ച് വിലക്കുകയുണ്ടായി. ദുആയിൽ ഊന്നൽ നൽകാൻ വേണ്ടി പറഞ്ഞു, കുത്തിവയ്പ്പ് നടത്തിയതെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഹസ്രത്ത് മസീഹ് അസ്സലാം തൻ്റെ ജമാഅത്തിനോട് കുത്തിവയ്പ്പ് വിലക്കുകയുണ്ടായി. ദുആയുടെ ഫലമായി, അതുപോലെ ദൈവവാഗ്ദാനങ്ങളുടെ ഫലമായി അള്ളാഹു അഹമ്മദികൾക്ക് സംരക്ഷണം നൽകുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംക്ഷിപ്തമായ ഉദ്ധരണി, എന്നാൽ വളരെ ഈമാൻ സംവർദ്ധകമായ ഒരു ഉദ്ധരണിയാണ്. പറയുന്നു, പ്ലേഗ് ഇന്ത്യയിൽ എത്ര ശക്തിയായാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അൽ അമാൻ, അള്ളാഹു രക്ഷ. ഓരോ വർഷം ഒരുപാട് ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം ആളുകൾ മരിക്കുകയുണ്ടായി. എന്നിട്ടും മസീഹ് ഇസ്ലാം തൻ്റെ ജമാഅത്തിനോട് പ്ലേഗിൻ്റെ കുത്തിവയ്പ്പ് വിലക്കുകയുണ്ടായി. പ്ലേഗിൻ്റെ ഏകമാത്രമായ ഒരു രക്ഷ ഉണ്ടായിരുന്ന ഉപാധി ഉണ്ടായിരുന്നത് കുത്തിവയ്പ്പായിരുന്നു. മറ്റുള്ളവർ മരിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ജമാഅത്ത് അംഗങ്ങൾ മരിക്കുന്നുണ്ടായിരുന്നില്ല, രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. വർഷങ്ങളോളം ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയുണ്ടായി. അത് കണ്ട് ജനങ്ങൾ കരുതി, എന്തോ ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ പ്ലേഗിൻ്റെ കീടങ്ങൾ അഹമ്മദികളെ വിട്ടുകൊണ്ട് മറ്റുള്ളവരെന്തുകൊണ്ട് ആക്രമിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇത് കണ്ട് ഈമാൻ കൈകൊള്ളുകയുണ്ടായി, അഹമ്മദികളാകുകയുണ്ടായി. മസീഹ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ പല അഹമ്മദികളും ഈ ഒരു അടയാളം കണ്ടുകൊണ്ട് ബൈഅത്ത് ചെയ്തവരാണ്. അവർക്ക് ഇതൊരു അത്ഭുതകരമായ കാര്യമായിരുന്നു. പ്ലേഗിൻ്റെ കീടങ്ങൾക്ക് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ വ്യക്തി മിർസ സാഹിബിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്, ഈ വ്യക്തി മിർസ സാഹിബിനെ നിഷേധിയാണെന്ന്. ഇത് ഒരു കാര്യമാണ്. ഒരു രൂപത്തിൽ പറയുകയാണെങ്കിൽ അള്ളാഹു സ്വയം ബാഹ്യമായ ഉപാധികളും മാർഗങ്ങളും വിലക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കർമ്മങ്ങൾ കൂടാതെ ദുആ സ്വീകരിക്കപ്പെടുന്നു. പ്രവർത്തനങ്ങൾ കൂടാതെ ദുആ സ്വീകരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത്, മനുഷ്യൻ നിർബന്ധാവസ്ഥയിലാകുന്നു. അവന് പ്രവർത്തിക്കാനേ സാധ്യമല്ല, അവന് ഉപാധികളും മാർഗങ്ങളും പ്രയോഗിക്കാനുള്ള കഴിവില്ല. ഉദാഹരണത്തിന്, ഒരാൾ കാട്ടിൽ ബന്ധനസ്ഥനായി അല്ലെങ്കിൽ മരത്തിൽ കെട്ടിയിട്ടു. ആ സമയത്ത് വെറും ദുആ ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. കാരണം ബാഹ്യമായ ഉപാധികളും മാർഗങ്ങളും ഉപയോഗിക്കാൻ കഴിയുകയില്ലല്ലോ. ഈ രണ്ട് സാഹചര്യങ്ങളാണുള്ളത്. ഈ രണ്ട് തരത്തിലുള്ള വിലക്കുകളില്ലെങ്കിൽ ഭൗതികമായ ഉപാധികളും മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കണം ദുആ ചെയ്യേണ്ടത് എന്നത് അനിവാര്യമാണ്. ജസാക്കുമുല്ലാഹ്. മാന്യപ്രേക്ഷകരെ, മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് മെസ്സേജായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഞാനിവിടെ കേൾപ്പിക്കാം. ജാർഖണ്ഡ്, ഇന്ത്യയിൽ നിന്നും അബ്ദുൽ ലത്തീഫ് അൻസാരി സാബ് എഴുതുന്നു, ചില ജമാഅത്തുകൾ എൻ്റെ കൂടെ പോയിരിക്കുന്നുണ്ട്, ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: അള്ളാഹുവിൻ്റെ കലീം എന്ന സിഫത്ത്, സംസാരിക്കുന്ന എന്ന സിഫത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടോ അതോ നിലച്ചു പോയോ? കലീം എന്ന സിഫത്തിനെ കുറിച്ച് പറയാമോ? ജൽദീൻ ഹമീദ് സാബ് ഇതിനെക്കുറിച്ച് സംക്ഷിപ്തമായി പറയുന്നത്. അബ്ദുൽ ലത്തീഫ് സാബ്, ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ അധ്യാപനം എന്നത് അള്ളാഹുവിൻ്റെ സിഫത്ത് ഒന്നും തന്നെ വ്യർത്ഥമാകുന്നതല്ല, എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, തുടരുന്നതുമാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം അവൻ്റെ സിഫത്തുകൾ കൊണ്ടാണല്ലോ തിരിച്ചറിയപ്പെടുന്നത്. അള്ളാഹു തിരിച്ചറിയപ്പെടുന്നതിൻ്റെ സിഫത്തുകളുണ്ട്. അങ്ങനെ ഓരോ സിഫത്തുകളെ ഇല്ലാതാക്കിയാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം തന്നെ ഇല്ലാതാകുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായി എപ്പോഴും ഓർക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ ഒരു ഗുണനാമങ്ങളും സവിശേഷ ഗുണങ്ങളും മൻസൂർ സാബും പറഞ്ഞതുപോലെ ഒരു സിഫത്തും ഒരിക്കലും വ്യർത്ഥമാകുന്നതല്ല. അതായത് എപ്പോഴും അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു
എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ സിഫത്ത് അള്ളാഹു യഅലമു ഹൈസു യജഅലു റിസാലത്തോ, എവിടെയാണ് റിസാലത്ത് വെക്കേണ്ടത് എന്ന് അള്ളാഹുവിനറിയാം. എന്നാൽ ആ സിഫത്ത് ഒരിക്കലും നിലച്ചു പോകുന്നതല്ല. ഒരുപാട് ആയത്തുകളുണ്ട്, എന്നാൽ സമയപരിമിതി അനുസരിച്ച് ഒരായത്ത് കേൾപ്പിക്കാം. അള്ളാഹു പറയുന്നു, മാ കാന ലിബശ്ശിരിൻ അയ്യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറായി ഹിജാബിൻ ഔ യുർസൽ റസൂലു ഫയൂഹി ഇലൈഹി ബിഇസ്നിഹി മയശാ. ഒരു മനുഷ്യനും, നബീനെ കുറിച്ചല്ല പറയുന്നത്, വലിയനെ കുറിച്ചല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യനും ഒരിക്കലും ഉചിതമല്ല അള്ളാഹുമായി സംഭാഷണം നടത്താൻ. ചില മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. നേരിട്ട് അള്ളാഹു ആരോട് സംസാരിക്കുന്നില്ല, പൊതുവെ സംസാരിക്കുന്നില്ല. എന്നാൽ വഹി മുഖേന, വെളിപാട് മുഖേന, അല്ലെങ്കിൽ പർദ്ദയുടെ പിറകിൽ നിന്നുകൊണ്ട്, മറയ്ക്ക് പിറകിൽ നിന്നിട്ട്, അത് കുഷൂഫ് ആകാം, സ്വപ്ന ദർശനങ്ങളാകാം. അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെടുന്ന ആളെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൂതരെ അയക്കുകയും ചെയ്യുന്നു അള്ളാഹു. ഇതിൽ ബഷർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരായത്തിൽ അള്ളാഹു പറയുന്നു, അല ഇൻ ഔലിയ അള്ളാഹി ലാ യഖൂഫുന അലൈഹിം വലാ ഹും യഹ്സനൂൻ. ജാഗ്രത, ഈ കേട്ടുകൊള്ളുക, സസൂക്ഷ്മം ശ്രവിച്ചു കൊള്ളുക. അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സുഹൃത്തുക്കൾക്ക് അവർക്കൊരിക്കലും ഭാവിയെക്കുറിച്ചോ അതല്ലെങ്കിൽ പഴയതിനെക്കുറിച്ചോ കഴിഞ്ഞതിനെക്കുറിച്ചോ ഒരിക്കലും ദുഃഖം പെടേണ്ട ആവശ്യമില്ല. അവരാരാണ്? അല്ലസീന ആമനു വകാനു യത്തഖൂൻ. രണ്ട് തരത്തിലുള്ള നിബന്ധനകളാണുള്ളത്. അവർ ഈമാനുള്ളവരായിരിക്കും, തഖ്വയുള്ളവരായിരിക്കും. അവർക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് ആയത്ത് പറയുന്നത്, ലഹുമുൽ ബുഷ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അവർക്ക് ഈ ലോകത്തും പരലോകത്തും അവർക്ക് ബുഷ്റ, അവർക്ക് സുവാർത്തയുണ്ട്. ലാ തബ്ദീല കലിമത്തില്ലാഹി. അള്ളാഹുവിൻ്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. ചില അനുഭാവികളുമുണ്ട് അവിടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മറ്റൊരായത്തും കൂടി കേൾപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മസ്തഖാമു. ആരാണോ അള്ളാഹുവിൻ്റെ നാഥനാണെന്ന് അംഗീകരിക്കും, ആ സുസ്ഥിരത കൈകൊള്ളുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നത്, അവർക്ക് മേൽ നിരവധി മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്താണ് അവർ പറയുന്നത്? നിശബ്ദരായാണോ മലക്കുകൾ? അല്ലാ തഖഫു വലാ തഹ്സനൂൻ. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. കുത്തും ജലത്തിലെത്തി തൂവതും. നിങ്ങൾ ആ സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാന്മാരായിരിക്കുക, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച്. ഇതിൽ വ്യക്തമായി പറയുന്നത് എപ്പോഴും ഏക്കുമായും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം. വിശുദ്ധ ഖുർആൻ അധ്യാപനം എന്ന് പറയുന്നത് സാർവജനീനമാണ്, സാർവലൗകികമാണ്, എന്നേക്കുമുള്ളതാണ്. അള്ളാഹു ഇതിനെ സംരക്ഷിക്കാൻ സ്വയം വാഗ്ദാനം ചെയ്തിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തെ കലിയും മറ്റ് സിഫത്തുകളെ പോലെ തന്നെ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ ഉമ്മത്തിൻ്റെ മുഹമ്മദിയിൽ മാത്രമാണ് ഇതുള്ളത്. മറ്റുള്ളവർ പറയുന്ന മറ്റ് സമുദായങ്ങൾ എന്താണ് പറയുന്നത്? മുമ്പ് അള്ളാഹു സംസാരിച്ചു, ഇപ്പോൾ സംസാരിക്കില്ല എന്നാണ്. എന്നാൽ മുസ്ലിങ്ങളും ഇത് കേൾക്കുന്നു, അള്ളാഹു സംഭാഷണം ചെയ്യുന്നില്ല എന്ന് മുസ്ലിങ്ങളും നൗസുബില്ല മനസ്സിലാക്കുന്നു. അവരുടെ കർമ്മങ്ങൾ ഇത്ര മോശമായിരിക്കുന്നു. അള്ളാഹു പോലെയുള്ളൊരു സ്വച്ഛന്തമായ വിശുദ്ധമായ ഒരു അസ്തിത്വവുമായി അവർക്ക് ബന്ധപ്പെടാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് അവർക്ക് അനുഭവിക്കാത്ത ആ കാര്യത്തെക്കുറിച്ച് അവർ നിഷേധിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വ്യതിരിക്തമായ പ്രതാപം എന്ന് പറയുന്നത് അള്ളാഹിന് ഒരു സിഫത്തും നിലച്ചു പോയിട്ടില്ല. മുമ്പുണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകുന്നതാണ്. ഇത് ഒരിക്കലും മാറ്റമില്ലാത്ത. ജസാക്കുമുള്ള അസ്നുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അവസാനത്തിൽ ഞാൻ സയ്യിദന ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മനുഷ്യൻ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ പതിച്ചുകൊണ്ട് തൻ്റെ എല്ലാ അസ്തിത്വവും ഇല്ലാതാക്കുമ്പോൾ അതേ സ്നേഹത്തിൻ്റെ മരണം അവന് പുതിയൊരു ജീവിതം നൽകുന്നു. ഈ സ്നേഹവും ഒരു അഗ്നിയാണെന്ന് നിങ്ങൾ മനസ്സിലാവുന്നില്ലേ? പാപവും ഒരു അഗ്നിയാകുന്നു. ഈ ദൈവിക സ്നേഹത്തിൻ്റെ അഗ്നി അത് പാപത്തിൻ്റെ അഗ്നിയെ ഇല്ലാതാക്കുന്നു. ഇതാണ് മോക്ഷത്തിനുള്ള മാർഗം. കാദ്യാൻ കെ ആര്യ ഉർഹം റുഹാനി ഖസായിൻ വാല്യം 20 പേജ് 448. മന്യ പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടി അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ഞങ്ങൾക്ക് അനുമതി തരുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने।
आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया